ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ சொல்லட்டுமா സമായിട്ടിയ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. നിങ്ങൾ കാത്തിരുന്ന ദ ഇൻവിസിബിൾ ഗാർഡിയൻ എന്ന സിനിമയുടെ മൂന്നാമത്തെ പാർട്ടായ 2020 റിലീസ് ചെയ്ത ഓഫറിംഗ് ടു ദ സ്റ്റോം എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമ്മൾ ചെയ്ത സിനിമകളിൽ തന്നെ ഏറ്റവും കൂടുതൽ മിസ്റ്ററി ത്രില്ലിംഗ് ആയിട്ടുള്ള ഭയങ്കര സസ്പെൻസ്ഫുൾ ത്രില്ലർ ആയിട്ടുള്ള സീരീസ് ആണ് ദ ഇൻവിസിബിൾ ഗാർഡിയൻ. സോ കാണാത്തവർക്കായിട്ട് മുകളിലായിട്ടും താഴെയായിട്ടും ഞാൻ ഇതിന്റെ ആദ്യ പാർട്ടിന്റെ ലിങ്ക് കൊടുക്കാം. അത് കണ്ടിട്ട് വരിക, എങ്കിൽ മാത്രമേ ഈ സിനിമയെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ ആ രണ്ട് പാർട്ടും കണ്ടവരാണെങ്കിൽ നമ്മൾ വിചാരിക്കും ആ രണ്ട് പാർട്ടും ആണ് ഏറ്റവും കൂടുതൽ കണ്ണും തള്ളി മിഴിച്ചിരിക്കുന്ന സിനിമ എന്ന്. ഞാനും അങ്ങനെയാണ് കരുതിയത്. കാരണം മാക്സിമം മിസ്റ്ററി ആ രണ്ട് സിനിമയിലും അവർ കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഇതിനകത്ത് എന്ത് വരാനാണ് എന്ന് പറഞ്ഞിട്ട് സിനിമ കണ്ടു തുടങ്ങിയപ്പോ ആദ്യ സീൻ മുതൽ തുടങ്ങും. മനുഷ്യനിങ്ങനെ കിളി പോയിരിക്കുന്ന അവസ്ഥയാണ്. ഞാൻ വെറുതെ ബിൽഡപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു മനുഷ്യൻ പതിയെ ഒരു കൊച്ചുകുട്ടി, ജനിച്ച് 2-3 ആഴ്ചയായ ഒരു കൊച്ചുകുട്ടി ആ കൊച്ചു കിടക്കുന്ന മുറിയിലേക്ക് വരും. എന്നിട്ട് അതിനടുത്തിരിക്കുന്ന ഒരു ചെറിയ പാവേനെടുത്ത് ആ കൊച്ചിന്റെ മുഖത്ത് അമർത്തി അതിനെ കൊന്നുകളയും. ഭയങ്കര സീനാണ്. സോ അടുത്തത് ആ കൊച്ചിന്റെ മരണച്ചടങ്ങ്. എല്ലാവരും മരണച്ചടങ്ങിന് വന്ന് വിഷമിച്ച് അത് കഴിയുമ്പോൾ കൊച്ചിന്റെ ബോഡി ഓട്ടോപ്സി റിപ്പോർട്ടിന് വേണ്ടി ആശുപത്രിയിലേക്ക് വരും. ആശുപത്രിയിൽ റിലേറ്റീവ്സ് എല്ലാവരും ആ ബോഡി കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഒരുത്തം മാത്രം പതിയെ മുഖവും മറിച്ചിട്ട് ആ ബോഡി വെച്ചിരിക്കുന്ന കേസ് തുറന്ന് അതിൽ നിന്ന് ആ കൊച്ചിന്റെ ബോഡി എടുത്ത് ഒരു ബാഗിലാക്കിയിട്ട് ആരും അറിയാതെ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കും. അപ്പൊ ആ കൊച്ചിന്റെ മുത്തശ്ശി അവനെ പിടിക്കുന്നു പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. സോ പോലീസുകാർ നിക്കടാ അവിടെ എന്നും പറഞ്ഞ് അവന്റെ പുറകെ ഓടും. അവൻ ജീവനം കൊണ്ട് ഇവിടെ കയ്യിൽപ്പെടാതെ ഓടി ഓരോരുത്തരെയും തള്ളി മാറ്റി അവിടുന്ന് രക്ഷപ്പെട്ട് ഒരു മതിലി ചാടി കയറാൻ നേരം നമ്മുടെ ജെയ്സൺ, അമ്മയുടെ അസിസ്റ്റന്റ്, അവൻ വലിച്ചു പിടിക്കാൻ നോക്കും. പക്ഷെ അവനെയും തള്ളി മാറ്റി അവൻ മതിലും ചാടി ജനറേറ്ററിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടുന്ന് മറഞ്ഞിരുന്ന് നമ്മുടെ അമ്മയ അവന്റെ ചങ്കിയെ കുത്തി തട്ടി വീഴ്ത്തിയിട്ട് കണ്ണും വെച്ച് ഫ്രീസ് എന്ന് പറഞ്ഞ് നിൽക്കും. സോ പിന്നാലെ തന്നെ പോലീസുകാരൊക്കെ ഓടിക്കൂടും. എന്നിട്ട് ജെയ്സൺ അവന്റെ ബാഗ് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ആ മരിച്ചടക്കുന്ന കുട്ടിയുടെ ബോഡി. അപ്പൊ ഈ താഴെ വീണ് കിടക്കുന്നവൻ അവനിത് എനിക്ക് ചെയ്തു തീർക്കണം, എനിക്ക് ഉറപ്പായിട്ടും ചെയ്തു തീർക്കണം, അല്ലെങ്കിൽ ഇതിന് അർത്ഥം ഉണ്ടാവില്ല, എനിക്കിത് തീർക്കണം എന്ന് പറയുന്നുണ്ടാവും. അവിടുന്ന് ടൈറ്റിലിട്ട് ഓഫറിംഗ് ടു ദ സ്റ്റോൺ എന്ന സിനിമ ആരംഭിക്കുന്നു. അത് കഴിയുമ്പോൾ ആ കൊച്ചിന്റെ ബോഡി കൊണ്ടുപോയവൻ അത് ശരിക്കും ആ കൊച്ചിന്റെ അച്ഛനാണ്. അവനോട് അമ്മയ, ഒരു കുഞ്ഞ് ജീവിതത്തിൽ വന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് എനിക്കറിയാം, എന്നിട്ട് ആ കൊച്ചിനെയാണ് നീ കൊന്നുകളഞ്ഞത്. അവള് നീ എങ്ങോട്ടാണ് കൊച്ചിനെ കൊണ്ടുപോകാൻ നോക്കിയത് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, എനിക്ക് കുറച്ച് സമയം കൂടി എന്റെ മോളെ വേണമായിരുന്നു, അതുകൊണ്ടാണ്. അതിന് അമ്മയ, ഇന്നലെ രാത്രി നിന്റെ അമ്മായി കണ്ടിരുന്നു നീ ആ കൊച്ചിന്റെ മുറിയിലേക്ക് പോണത്. അവരൊരു ശബ്ദവും കേട്ടിരുന്നു. മാത്രമല്ല കൊച്ചിന്റെ തലയിലായിട്ട് ഒരു മാർക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോ ആ മാർക്ക് കറക്റ്റ് കൊച്ചിന്റെ അടുത്തുണ്ടായിരുന്ന ആ പാവയുടെ കണ്ണിലെ ബോളിന്റെ അതേ സൈസ് ആയിരുന്നു. സോ നീ ആ പാവേനെ വെച്ച് കൊച്ചിനെ കൊന്നുകളഞ്ഞാണ്. അതിന് അപ്പം പറയും, എന്റെ അമ്മായിക്ക് പ്രാന്താണ്, അവര് നുണ മാത്രമേ പറയുള്ളൂ. അതിന് അമ്മയ, നീ ആ പാട് മേക്കപ്പ് ഇട്ട് മായ്ക്കാൻ നോക്കി, എന്നിട്ടും പോലീസ് കണ്ടുപിടിക്കുമെന്ന് അറിഞ്ഞപ്പോഴാണ് നീ കൊച്ചിന്റെ ബോഡിയും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയത്. അതിന് അയാൾ പറയും, അതിനല്ല, കൊച്ചിനെ കത്തിച്ചു കളയാൻ പാടില്ല, അങ്ങനെ ചെയ്താ ഞാൻ ഈ ചെയ്തൊക്കെ വെറുതെ ആവും. അതിന് അമ്മയ, അപ്പൊ നീ തന്നെയാണോ നിന്റെ കൊച്ചിനെ കൊന്നത്, നീയാണോ കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഇല്ല ഞാൻ കൊന്നിട്ടില്ല, ഞാൻ അവളെ കൊടുത്തതാണ്. കൊടുത്തതോ? ആർക്ക് നീ കൊടുത്തു? അതിന് അയാള് വായണക്കിയിട്ട് എന്തോ പറയുന്നുണ്ട്, പക്ഷെ ശബ്ദം പുറത്തു വരുന്നുണ്ടാവില്ല. ഇവക്ക് മനസ്സിലാവില്ല അവൻ എന്താ പറയണെന്ന്. അവൻ തിരിച്ച് അവളോട്, കൊച്ചിനെ ഒരിക്കലും കത്തിക്കാൻ പാടില്ല, പ്ലീസ് ടെൽ ദം ദേ മസ്റ്റ് നോട്ട് ക്രിമേറ്റ് ഹർ. സോ അവൻ പറയുന്ന കാര്യം ഇവക്ക് മനസ്സിലാവാത്തതുകൊണ്ട് മോണ്ടസിനെ വിളിച്ചിട്ട് അവനെ ക്വസ്റ്റ്യൻ ചെയ്ത ഫൂട്ടേജ് കാണിച്ചു കൊടുക്കും. അവനും മനസ്സിലാവില്ല. സോ ലിപ് റീഡിംഗ് അറിയുന്ന ആരെങ്കിലും കണ്ടുപിടിച്ച് അവൻ എന്താ പറയണെന്ന് മനസ്സിലാക്കാൻ പറയും. എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അവളുടെ കുടുംബ ബേക്കറിക്ക് വരും. അപ്പൊ അവളുടെ മൂത്ത ചേച്ചി ഫ്ലോറ, അമ്മ മരണപ്പെട്ടു, അന്നത്തെ വെള്ളപ്പൊക്കത്തിൽപ്പെട്ട് അമ്മ മരണപ്പെട്ടു, അതാണ് സത്യം. ഞാൻ ജഡ്ജ് മാർക്കിനിയോട് സംസാരിച്ചു. സോ ഈ കേസ് നടക്കുന്നുണ്ടെങ്കിലും അമ്മയുടെ ഫ്യൂണറൽ നടത്താൻ വേണ്ടി ജഡ്ജ് സമ്മതിച്ചു. നമുക്ക് ഇനിയും ഇത് വൈകിപ്പിച്ചുകൂടാ, അമ്മയുടെ ഫ്യൂണറൽ ഉറപ്പായിട്ട് നടത്തണം, ഞങ്ങളത് തീരുമാനിച്ചു എന്ന് ഫ്ലോറ പറയുമ്പോൾ അമ്മയെ പറയും, നമുക്ക് ഉറപ്പില്ല അമ്മ മരണപ്പെട്ടോ ഇല്ലയോ എന്ന്, ഡെഡ് ബോഡി ഇനിയും കിട്ടിയിട്ടില്ല, എനിക്ക് ഉറപ്പാണ് അമ്മ ജീവനോടെ ഉണ്ട്. അതിന് ഫ്ലോറ, അമ്മയുടെ കോട്ട് കണ്ടുകിട്ടി, അമ്മ ജീവനോടെ ഉണ്ടെങ്കിൽ ഇപ്പൊ എവിടെ, അമ്മ മരിച്ചു, അതാണ് സത്യം. അപ്പോൾ അവളുടെ രണ്ടാമത്തെ ചേച്ചിയും പറയും, അമ്മയ നമുക്കിത് കടന്നു പോകണം, അമ്മ മരണപ്പെട്ടു, ഇനിയും ഇത് വെച്ച് താമസിപ്പിക്കാൻ പാടില്ല, വി ഹാവ് ടു മൂവ് ഓൺ, എനിക്ക് സമ്മതമാണ് അമ്മയുടെ ഫ്യൂണറൽ നടത്തണം. അപ്പൊ അമ്മയെ ദേഷ്യപ്പെട്ട്, എനിക്കറിയാം അമ്മ മരിച്ചിട്ടില്ല, എനിക്കിതിന് സമ്മതമല്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകും. എന്നിട്ട് വീട്ടിൽ വന്ന് അവളുടെ ഭർത്താവിനോടും പറയും, അമ്മ മരിച്ചിട്ടില്ല, അമ്മ എന്നെ കൊല്ലാൻ നോക്കി, നമ്മുടെ മോനെ കൊല്ലാൻ നോക്കി, അവരിനിയും അതിന് ശ്രമിക്കും, അമ്മ തിരിച്ചു വരും, എനിക്കറിയാം. അതിന് അവളുടെ ഭർത്താവ് പറയും, തിരിച്ചു വരുമെങ്കിൽ ഈ സമയത്തിനുള്ളിൽ വന്നിരിക്കണം, നിന്റെ അമ്മ മരിച്ചു, അതാണ് സത്യം, നീ നിന്നെ കുറിച്ച് മാത്രമല്ല നിന്റെ സിസ്റ്റേഴ്സിനെ കുറിച്ചും ആലോചിക്കും, അവർക്ക് ഈ കാര്യത്തിൽ നിന്ന് മൂവ് ആവണം, അവർക്കെല്ലാം മറക്കണം, അതുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത്, ഇതിനൊരു അവസാനം വേണം, നീ മറ്റുള്ളവരെയും മനസ്സിലാക്ക് എന്ന് പറയുമ്പോൾ അവക്കാണെങ്കിൽ അവളെ ഭർത്താവ് പോലും മനസ്സിലാക്കി
ഉണ്ടാക്കിയില്ല എന്ന വിഷമം. അത് കഴിഞ്ഞ് പിറ്റേന്ന് നമ്മൾ കഴിഞ്ഞ പടത്തിൽ കണ്ടില്ലേ, ഇവളുടെ അമ്മയുടെ കൂടെ ഇവളുടെ കൊച്ചിനെ കൊല്ലാൻ നോക്കിയ ഒരു ഡോക്ടർ, ആ ഡോക്ടർ ജയിലിലായിരിക്കും. അവനെ കാണാൻ പോകും. എന്നിട്ട് ചർച്ചിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട ആ കൊച്ചിന്റെ കൈ, അതിന്റെ ബാക്കി ബോഡി അവിടെ. അതിനവൻ നിങ്ങൾ എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയും. അപ്പൊ അമ്മയാ, നീ ഈ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് നിന്റെ അച്ഛന്റെ അടുത്തേക്ക് പോയില്ല, വേറെ ഒരു ഹോട്ടലിലോ താമസിച്ചില്ല, നിങ്ങൾക്കൊരു വീടുണ്ട്, അതെവിടെയാണ്? എന്റെ അമ്മ രക്ഷപ്പെട്ട് ഇപ്പൊ ആ വീട്ടിലാണ് താമസം, അവർക്ക് ജീവനുണ്ട്, നിങ്ങൾ എന്റെ കൊച്ചിനെ കൊന്നിട്ട് അങ്ങോട്ട് രക്ഷപ്പെടാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അതിന് ആ ഡോക്ടർ പറയും, ഇത്രയും ടാലന്റ് ഉള്ള നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ നിനക്കൊരു സമ്മാനം തരാം, എന്റെ അടുത്തേക്ക് വാ, ഇത് നിന്റെ അമ്മയുടെ മെസ്സേജ് ആണ് എന്ന് പറഞ്ഞ് അവളെ അടുത്ത് വിളിച്ച് അവളുടെ കുത്തിന് കയറി പിടിച്ചിട്ട് ഒരു കണ്ണ് തുറന്നു കിടന്നോ ബിച്ച്, കാരണം രാത്രി വന്നിട്ട് നിന്റെ അമ്മ നിന്നെ തിന്നും. അവൾ അവന്റെ കൈയും തട്ടി മാറ്റി പുറത്തേക്ക് ഓടി വന്നിട്ട് ആ ഗ്രിൽ ഓപ്പൺ ചെയ്യാൻ പറയും. അവൾ നിലവിളിക്കും. പക്ഷെ അവിടെ നിൽക്കുന്ന 2 സെക്യൂരിറ്റി ഗാർഡ് അവന്മാർ അനങ്ങാ നിൽക്കും. അപ്പൊ പുറകിന്ന് ഈ ഡോക്ടർ കണ്ണ് കാണിക്കും. അപ്പോഴാണ് അവന്മാര് ഡോർ തുറക്കുക. ഇവള് പുറത്തേക്ക് ഓടി വന്നിട്ട് ജഡ്ജിനെ വിളിക്കും, ആ മാർക്കിന ജഡ്ജ് സുന്ദരൻ. അവൻ പറയുന്നത് പട്ടീനെ പോലെ ആ ഗാർഡ്സ് കേട്ടു. എന്നിട്ടാണ് അവർ ഡോർ ഓപ്പൺ ചെയ്തു. സോ ഇവർക്കെല്ലാം തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ജയിലിലെ വാർഡനെ വിളിച്ച് ഈ കാര്യം അന്വേഷിക്കണം, എന്നിട്ട് അവനെ വേറൊരു സെല്ലിലേക്ക് മാറ്റണം. അതിന് ജഡ്ജ് പറയും, ഞാൻ അന്വേഷിക്കാം, നീ കുറച്ച് അപ്സെറ്റ് ആണ്, നമുക്ക് വേണമെങ്കിൽ കണ്ടുമുട്ടാന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കാര്യം അത് ഇൻഫോം ചെയ്യും, എനിക്ക് വേറൊരു പണിയുണ്ടെന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്യും. അപ്പോൾ അവളുടെ അസിസ്റ്റന്റ് ജോനാൻ അവൻ വിളിച്ചിട്ട് ഒരു സെമിത്തേരിയിൽ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് പറയും. സോ ഇവള് പോയി നോക്കുമ്പോൾ ആ സെമിത്തേരിയിൽ ഇപ്പൊ അവസാനമായിട്ട് മരിച്ചില്ലേ ആ കൊച്ചിന്റെ കുടുംബ കല്ലറ, അതിന് മുകളിൽ വെച്ചിട്ടുള്ള പൂക്കളൊക്കെ ആരോ എടുത്തു മാറ്റി. എന്നിട്ട് കല്ലറ അനക്കി മാറ്റിയ അവസ്ഥയിലാണ്. അമ്മയ ഒരു പോലീസുകാരനെ വിളിച്ചിട്ട് അകത്ത് പോയി ചെക്ക് ചെയ്യുമ്പോൾ ആ കൊച്ചിനെ അടച്ചു വെച്ച പെട്ടി അത് സ്ഥലം മാറിയിരിക്കുന്നുണ്ട്. സോ ആരോ അത് അനക്കിയിട്ടുണ്ട്. ഇവര് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ആ കൊച്ചിന്റെ ബോഡി കാണില്ല. അമ്മയ ഉടനെ ജെയ്സനെ വിളിച്ചിട്ട് ആ കൊച്ചിനെ കൊന്നില്ലേ കൊച്ചിന്റെ അച്ഛൻ, അവനെ ജയിലിൽ വിളിച്ചിട്ട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ പറയും. അപ്പൊ കൊച്ചിന്റെ അമ്മൂമ്മ ഇവളുടെ പുറകെ വന്നിട്ട് കൊച്ചിനെ വീടിനടുത്ത് തന്നെ ഫാം ഹൗസിൽ കുഴിച്ചിടണമായിരുന്നു. നീ ഈ കൊലയാളികളെയും രക്തത്തെയും തുടർന്നു പോകുന്നത് നിർത്തണം, കാരണം ഇൻഗുമയാണ് കൊച്ചിനെ കൊന്നത്. ഇൻഗുമ കിൽഡ് അവർ ബേബി. സോ കഴിഞ്ഞ പടത്തില് ടാർട്ടാലോ ആയിരുന്നു, ഇപ്പൊ ഇൻഗുമ, അതിനു മുന്നേ ബസാജുൻ. പക്ഷെ ഇതൊക്കെ എന്താന്നുള്ളത് ഇവര് പറയുന്നില്ല. ആ സമയത്ത് ജെയ്സൺ അവൻ ജയിലിൽ വിളിച്ചിട്ട് അമ്മയോട് പറയും, ആ കൊച്ചിനെ കൊന്ന അച്ഛൻ അവനെ കൂടെ ഉണ്ടായിരുന്ന ജയിൽ പുള്ളി കൊന്നു കളഞ്ഞു, ഈസ് മർഡർ. ഇവര് ജയിലിൽ പോയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ കൊച്ചിന്റെ അച്ഛൻ അവനെ കത്തി കൊണ്ട് ആ കൂടെ ഉണ്ടായിരുന്ന ജയിൽ പുള്ളി കുത്തി കൊന്നു. പക്ഷെ ഇവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചിട്ടില്ല, ഇവർക്ക് തമ്മി അറിയില്ല. അവൾ ആ ഫോട്ടോസും ഡീറ്റെയിൽസും വാങ്ങിച്ചിട്ട് തിരിച്ചുള്ള സ്റ്റേഷനിലേക്ക് വരും. അപ്പൊ വേറൊരു പോലീസുകാരൻ ഈ കൊച്ചിന്റെ അച്ഛൻ സംസാരിച്ചത് ലിപ് റീഡിംഗ് വെച്ച് കണ്ടുപിടിച്ചു എന്ന് പറയും. അതെന്താന്ന് വെച്ചാൽ, ഞാൻ എന്റെ കൊച്ചിനെ ഇൻഗുമയ്ക്ക് കൊടുത്തു, ലൈക്ക് സോ മെനി അതർ സാക്രിഫൈസസ്, ഞാൻ എന്റെ കൊച്ചിനെ ത്യാഗം ചെയ്തു. അപ്പൊ ഇവര് ഇൻഗുമ എന്ന് വെച്ചാൽ എന്താന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരുടെ ചോര കുടിക്കുന്ന ഒരു സാത്താനാണ് ഈ ഇൻഗുമ. അമ്മയ്ക്ക് സംശയം തോന്നിയിട്ട് ലാസ്റ്റ് 5 years ഈ 5 വർഷത്തിൽ ജനിച്ച കുട്ടികൾക്കുണ്ടായ മരണം അതിനെക്കുറിച്ച് അന്വേഷിക്കണം, മുഴുവൻ ഡീറ്റെയിൽസും എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറയും. എന്നിട്ട് ഇവള് നേരെ ഇവളുടെ അമ്മയുടെ കൂട്ടുകാരിയില്ലേ ആ എലന, ആ അമ്മച്ചീനെ ചെന്ന് കാണും. എന്നിട്ട് ഇവളുടെ കൊച്ചിനെ കൊല്ലാൻ നോക്കിയ സമയത്ത് ആ കേവിന്ന് കിട്ടിയ ഫോട്ടോസ് ഒക്കെ കാണിച്ചിട്ട് ഇതൊക്കെ എന്താന്ന് ചോദിക്കുമ്പോൾ എലന പറയും, ഇത് ഞങ്ങളുടെ മാസ്റ്റർ സാക്രിഫൈസ് ചെയ്യുമ്പോൾ വരയ്ക്കുന്ന അതേ സിമ്പിളാണ്. അതിന് അമ്മയാ, എന്റെ അമ്മ ഇനിയും മരിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം, അവരെവിടെ പോയാണ് ഒളിച്ചു താമസിക്കുന്നത് എന്ന് എനിക്ക് കണ്ടുപിടിക്കണം. സോ നിങ്ങൾ പോയിക്കൊണ്ടിരുന്ന ആ ഫാം ഹൗസ് അതെവിടെയാണെന്ന് നിങ്ങൾ പറയണം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഞാൻ നിങ്ങളെ സഹായിക്കാം. അതിന് എലന പറയും, നിനക്കൊരിക്കലും എന്നെ രക്ഷിക്കാൻ കഴിയില്ല, ആ ഗ്രൂപ്പില് നിന്റെ അമ്മ മാത്രമായിരുന്നു ഒരു പ്രഗ്നന്റ് വുമൺ, എന്നിട്ടും നിനക്ക് ജീവനുണ്ട്, നിന്നെ ഓരോ തവണ കാണുമ്പോഴും എനിക്ക് എത്ര സന്തോഷാന്നറിയോ, ദൈവമാണ് നിന്നെ രക്ഷപ്പെടുത്തിയത്. അതിന് അമ്മയ പറയും, ആന്റി ഞാൻ ഒറ്റ മോളായിരുന്നില്ല, എന്റെ കൂടെ തന്നെ ഒരു ട്വിൻ സിസ്റ്ററും ഉണ്ടായിരുന്നു, അവളെ ചെറുപ്പത്തിലെ മരണപ്പെട്ടു, അവളുടെ ബോഡിയും കാണാതായി. ഇത് കേൾക്കുമ്പോ ആ എലന ഞെട്ടിത്തിരിച്ചിട്ട്, ഇറങ്ങിപ്പോ, ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല, എനിക്ക് എന്റെ കുടുംബം വേണം, ഇവിടുന്ന് ഇറങ്ങിപ്പോന്ന് പറഞ്ഞ് അവളെ പിടിച്ച് തള്ളി പുറത്താക്കും. അപ്പൊ അതേസമയം ഇവിടെ ജയിലില് നമ്മുടെ ഡോക്ടർ അയാൾ കുറച്ചു നേരം ഒന്നും മിണ്ടാതെ ഇരിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് മെല്ലെ അയാൾ ബെഡിൽ കിടക്കുമ്പോ വായൊക്കെ പതഞ്ഞിട്ട് ശരീരം മുഴുവൻ വിറച്ച് അവിടെ തന്നെ മരിക്കും. അപ്പൊ ഇവിടെ നമ്മുടെ അമ്മയ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ അവളുടെ ഭർത്താവിന്റെ അച്ഛന് ഹാർട്ടിൽ എന്തോ ഓപ്പറേഷൻ ഉണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചു പോകണം, അച്ഛന്റെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞ് അയാൾ വിഷമത്തിലായിരിക്കും. അമ്മയെ ഞാനും കൂടെ വരാം, നീ വിഷമിക്കേണ്ട എന്നൊക്കെ പറയും. എന്നിട്ട് പിറ്റേന്ന് ഈ ഡോക്ടർ മരിച്ചതുകൊണ്ട് ജയിലിൽ പോയി ചെക്ക് ചെയ്യുമ്പോൾ മരിക്കാനുള്ള ഒരു ലക്ഷണവുമില്ല. എന്താണ് അയാൾ കഴിച്ചതെന്ന് അറിയില്ല, പക്ഷെ ഹാർട്ട് ഫെയിലിയർ ആവാനുള്ള എന്തോ ഒരു മരുന്ന് അയാൾ കഴിച്ചിട്ടുണ്ട്. അമ്മയ ആ ബോഡി കണ്ടുടനെ പറയും, ഇതൊരു സൂയിസൈഡ് അല്ല, ഈ ഡോക്ടറിന് മരിക്കണ്ടായിരുന്നു, അവൻ മരിക്കാൻ ഒരിക്കലും കരുതിയിട്ടില്ല. അപ്പൊ ജഡ്ജ്, അതെങ്ങനെ നിനക്കറിയാം, അവനല്ലാതെ വേറെ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അമ്മയ അവന്റെ കണ്ണീര് കാണിച്ചിട്ട്, ഡോക്ടർ കടന്നിട്ട് കരഞ്ഞിട്ടുണ്ട്, അവന്റെ കണ്ണീര് കാണാം, സോ മരിക്കാൻ താല്പര്യമില്ലാതെയാണ് ഇയാൾ മരിച്ചിരിക്കുന്നത്. സോ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ഇവര് CCTV ചെക്ക് ചെയ്യുമ്പോൾ ഏതൊരു വിസിറ്റർ ഇയാളെ കാണാൻ വന്നിട്ടുണ്ട്, എന്നിട്ട് അയാളാണ് കയ്യിലെന്തോ ഡോക്ടർക്ക് കൊടുത്തിട്ട് പോണത്. സോ അത് ഉപയോഗിച്ചിട്ടാണ് ഡോക്ടർ മരിച്ചത്. അത് കഴിഞ്ഞ് പുറത്തു വന്ന ഈ വിസിറ്റർ അയാൾ ജയിലിൽ വെച്ച് തന്നെ ഒരു മൂലയെ പോയിട്ട് സ്വന്തം വായിക്കൂടെ ഗണ്ണ് വെച്ച് തലയെ വെടിവെച്ച് മരിക്കും. ഭയങ്കര മിസ്റ്ററിയാണ്, എന്താ സംഭവിക്കണേ, ആരാണ് ഇതിന് പിന്നിൽ, എവിടുന്ന് തുടങ്ങി എവിടുന്ന് അവസാനിച്ചു, ഭയങ്കര കെട്ടിങ്ങനെ പിണഞ്ഞോണ്ടേയിരിക്കും, തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട്. അവിടുന്ന് അമ്മയ ഇവളുടെ അമ്മ ഉണ്ടായിരുന്നില്ലേ ആ ആശുപത്രിയിലെ ഫാദറിനെ കാണാൻ വരും. അപ്പൊ ഇവളുടെ പുറകെ തന്നെ ഇവളെ കാണാൻ വേണ്ടി ഇവരെ ജഡ്ജ് മാർക്കിനെയും വരുന്നുണ്ട്. ഇവൾ എന്ത് പറ്റി ജഡ്ജ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാർക്കിന പറയും, നീ എന്നോട് പറയാതെ സിറ്റിയിൽ നിന്ന് പുറപ്പെട്ടില്ലേ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ കാണാൻ വന്നത്, നിനക്ക് സുഖാണോ എന്ന് ചോദിക്കുമ്പോൾ അമ്മയെ പറയും, അതെ സുഖാണ്. അതിന് ജഡ്ജ്, നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം, ഐ കെയർ അബൌട്ട് യു അമ്മയ, എന്റെ ഫീലിങ്സ് അത് ഇനിയും മാറിയിട്ടില്ല, നിന്നോടുള്ള എന്റെ സ്നേഹം അതിപ്പോഴും എന്റെ മനസ്സിലുണ്ട്.
പറയുന്നുണ്ട്. അതൊരിക്കലും മാറില്ല. അതിന് അമയ ഒന്നും മിണ്ടില്ല. ജഡ്ജ് പോകാൻ നേരത്ത് അമയ നിങ്ങൾ എന്റെ സിസ്റ്ററിനെ വിളിച്ചിരുന്നു ഫ്യൂണറലിന്റെ കാര്യത്തിന് വേണ്ടി എന്ന് ചോദിക്കുമ്പോൾ ജഡ്ജ് പറയും നിന്റെ ചേച്ചിയാണ് എനിക്ക് വിളിച്ചത്. അത് ഞാൻ പറഞ്ഞു അതൊരു ഗുഡ് ഐഡിയ ആണ്, കാരണം ഇനിയും നിന്റെ അമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ജഡ്ജി അവിടുന്ന് പോകും. അത് കഴിഞ്ഞ് ഇവള് ആ ഹോസ്പിറ്റൽ ഫാദറിനെ കാണാൻ വന്നിട്ട് നിങ്ങൾ ഡോക്ടറിനെ ജയിലിൽ വെച്ച് കാണാൻ പോയോ, എന്നിട്ട് എന്റെ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അയാൾ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഫാദർ പറയും ഞാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ അവൻ ഓരോ തവണയും സബ്ജക്ട് മാറ്റി. അതിന് അമ്മയെ പറയും എന്റെ അമ്മ ഇപ്പോഴും എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്, അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വീണ്ടും കോംപ്ലിക്കേറ്റ് ആവുന്നത്. അതിന് ഫാദർ എനിക്ക് സന്തോഷമായി, ഇപ്പോഴെങ്കിലും നിനക്ക് കാര്യങ്ങൾ പിടികിട്ടിയല്ലോ. അപ്പൊ ജെയ്സൺ ഈ നാട്ടിലെ ആൾക്കാർ പറയുന്ന അതേപോലെയാണ് കേവിനകത്ത് നടന്ന വിച്ച് ക്രാഫ്റ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് ആ കേവിനകത്തുള്ള ഫോട്ടോസ് ജെയ്സൺ ഫാദറിന് കാണിച്ചു കൊടുക്കും. ഫാദർ ആ ഫോട്ടോ കണ്ടിട്ട് അതെ വിച്ചുകൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ ബലി കൊടുക്കുന്നത് കാലങ്ങളായിട്ട് ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിന് അമ്മയ കുഞ്ഞുങ്ങളെ ബലി കൊടുത്താൽ അവർക്ക് തിരിച്ചെന്താണ് കിട്ടുക, എന്തിനു വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യണേ എന്ന് ചോദിക്കുമ്പോൾ ഫാദർ പറയും പണം, ജീവിതം, ഹെൽത്ത് ഇതെല്ലാം റിട്ടേൺ ആയിട്ട് അവർക്ക് കിട്ടും. അപ്പൊ അമ്മയ ഇതൊക്കെ മനുഷ്യർ വിശ്വസിക്കുന്നുണ്ടോ, ഇതിലെന്ത് സത്യമാണുള്ളത് എന്ന് പറയുമ്പോൾ ഫാദർ സത്യമോ നുണയോ, പക്ഷെ ഇതിന് റിയൽ കോൺസിക്വൻസസ് ഉണ്ടാവുന്നുണ്ട്. അവർക്കുള്ള പ്രതിഫലം കിട്ടാതെയല്ല അവരിത് ചെയ്യുന്നത്. അതിന് അമ്മയ എന്തുകൊണ്ട് കൊച്ചുകുട്ടികൾ അവരെ എന്തുകൊണ്ട് കൊല്ലുന്നു? ഫാദർ പറയും ചെറിയ കുട്ടികളായതുകൊണ്ട് ജനിച്ച് 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അവരാണ് നമ്മുടെ ലോകവും ആത്മാവിന്റെ ലോകത്തിനും കണക്ട് ആയിട്ടുള്ളത്. ആ കൊച്ചുങ്ങളുടെ ബ്ലഡ് അത് വറ്റിച്ചെടുക്കും, അവരുടെ ബോഡിയിലെ ഓരോ പാർട്സും ഓരോ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കും. അതിന് ഓരോന്നിനും ഓരോ വിലയാണ്. അപ്പൊ അമ്മയ മരിച്ച കുട്ടികളുടെ ബോഡി അത് എങ്ങോട്ടാണ് അവർ കൊണ്ടുപോകുന്നത്? ഫാദർ പറയും അതൊരു മാജിക് പ്ലേസിലേക്കാണ് കൊണ്ടുപോകുന്നത്. എനിക്കറിയാം നീ വിചാരിക്കും അത് ടെമ്പിൾസോ ചർച്ചസോ ആണെന്ന്, പക്ഷേ വിച്ച് ക്രാഫ്റ്റിനും സാത്താനും വ്യത്യാസമുണ്ട്. സാത്താനാണ് ദൈവത്തെ എതിർക്കുന്നത്, പക്ഷേ വിച്ച് ക്രാഫ്റ്റ് അവര് ആത്മാക്കളെയാണ് വർഷിപ്പ് ചെയ്യുന്നത്. അവര് ദൈവത്തെ എതിർക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സ്ഥലം അവർക്ക് വേണ്ട. നിങ്ങളും ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് അമ്മയെ ചോദിക്കുമ്പോൾ ഫാദർ പറയും വിശ്വാസമോ അല്ലയോ, പക്ഷേ ഇതിനൊക്കെ റിയൽ കോൺസിക്വൻസസ് ഉണ്ടാകുന്നുണ്ട്. സോ അതിനുവേണ്ടി മരിക്കാനും കൊല്ലാനും വരെ ഇവിടെ ആൾക്കാർ തയ്യാറാണ്. അത് കഴിഞ്ഞ് അമ്മയെ ജെയ്സനെയും കൂട്ടി തിരിച്ചു വരുമ്പോ ഇപ്പൊ മരിച്ചില്ലേ ആ കൊച്ചിന്റെ അച്ഛൻ കൊച്ചിന്റെ അമ്മയോട് പറഞ്ഞിരുന്നു വീട്ടിൽ നിന്ന് തന്നെ പ്രസവിക്കാൻ, പക്ഷെ അമ്മ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് കൊച്ചിനെ പ്രസവിച്ച്. ജെയ്സൺ അത് പറയുമ്പോൾ അമ്മയ്ക്ക് ഒരു മെസ്സേജ് വരും, ലാസ്റ്റ് 7 വർഷമായിട്ട് 5 കുട്ടികൾ ജനിച്ച ഉടനെ മരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി സോഷ്യൽ സർവീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നീ അവരോട് പോയിട്ട് അവരുടെ ഫാമിലിയെ കുറിച്ച് അന്വേഷിക്കണം എന്ന് അമ്മയെ പറഞ്ഞിട്ട് ഇവർ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി അവിടെ മൊത്തം പോലീസുകാരുടെ കാറ് ഇവളുടെ ബേക്കറിയുടെ അടുത്തേക്ക് പോകുന്ന കാണും. സോ ഇവരും ആ ലൊക്കേഷനിൽ പോയിട്ട് എന്താന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ മോണ്ടസ് ഉണ്ടാവും. മോണ്ടസ് പറയും ഒരു പെണ്ണിന്റെ ബോഡി കിട്ടിയിട്ടുണ്ട് അവരുടെ വീട്ടിൽ വെച്ച് തന്നെ, അവരുടെ മോളാണ് കണ്ടത്, എന്തോ സംതിങ് സ്ട്രേഞ്ച് ആണെന്ന് തോന്നി, നിങ്ങൾ പോയി നോക്കാൻ പറയും. സോ അമ്മയെ ഓടി വന്ന് അകത്ത് നോക്കുമ്പോൾ അത് അവളുടെ അമ്മയുടെ കൂട്ടുകാരി എലന വായിന്ന് ചോര ഛർദ്ദിച്ച് മരിച്ചു കിടക്കുന്നുണ്ടാവും. അപ്പൊ ബോഡി ചെക്ക് ചെയ്യുന്ന ഡോക്ടർ അവരുടെ വായിന്ന് എന്തോ ഒരു സാധനം എടുത്തിട്ട് അത് ആ വാൾനട്ട് ചെറിയ ചെറിയ പീസായിട്ട് നുറുക്കിയിട്ട് ആ സംഭവമാണ് ഇവര് വിഴുങ്ങിയത്. അതാണെങ്കിൽ കുപ്പിച്ചില് പോലെ വയറ് മൊത്തം കീറി മുറിക്കും. സോ അത് വിഴുങ്ങിയിട്ട് ഇവര് ഛർദ്ദിച്ചു. അതോടെ വയറിന്റെ അകം മുഴുവൻ വെട്ടിക്കീറി ചോര പുറത്തേക്ക് ചാടി. ഇത്രയും കൊടൂരമായ ആത്മഹത്യ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നാ ഡോക്ടർ പറയും. അമ്മയെ പുറത്തു വന്നിട്ട് ആ എലന അവരുടെ മോളോട് സംസാരിക്കുമ്പോൾ മോള് പറയും എന്റെ അമ്മ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, മാത്രമല്ല അവർക്ക് ഈ വാൾനട്ട് ഭയങ്കര പേടിയായിരുന്നു, അത് കാണുമ്പോൾ തന്നെ അവർ പേടിച്ച് മാറും, പിന്നെ എന്തുകൊണ്ട് അവരത് തൊടണം, എന്നോട് ഒരിക്കലും അത് തൊടണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു. അതിന് അമ്മയ എന്തെങ്കിലും സ്ട്രേഞ്ച് ആയിട്ട് ഈ അടുത്തിടെ നിങ്ങൾ കണ്ടോ, നിങ്ങളുടെ അമ്മ പറഞ്ഞോന്ന് ചോദിക്കുമ്പോൾ ആ മോള് പറയും 1 മാസമായിട്ട് അമ്മയ്ക്ക് എന്തോ ഒരു പേടിയുണ്ടായിരുന്നു, എന്തൊക്കെയോ പറഞ്ഞ് പേടിച്ചിട്ടാണ് അവരുണ്ടായിരുന്നത്, പക്ഷെ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മയ മോളെ സമാധാനിപ്പിച്ച് അവിടെ എഴുന്നേറ്റ് പോവാൻ നിൽക്കുമ്പോൾ ആ പെണ്ണ് നീ റൊസാരിയോടെ മോളല്ലേ, നിന്റെ അമ്മ കാരണം ഒരുപാട് നാള് എന്റെ അമ്മ കരഞ്ഞിട്ടുണ്ട് നിന്റെ അമ്മയെ വിചാരിച്ച് എന്ന് പറഞ്ഞ് ആ പെണ്ണ് കരയാൻ തുടങ്ങും. സോ അതും കഴിഞ്ഞ് നമ്മുടെ പെണ്ണ് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് അവളുടെ അമേരിക്ക കൂട്ടുകാരൻ ആ മൊട്ടയുടെ പേര് അലോഷ്യസ് എന്നാണ്, അലോഷ്യസിനെ വിളിച്ചിട്ട് ഈ കേസിന് സംബന്ധിച്ച ഓരോ ആൾക്കാരായിട്ട് മരണപ്പെടുകയാണ്. എന്താ സംഭവിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല, എത്രയും പെട്ടെന്ന് നീ എന്നെ തിരിച്ചു വിളിക്കുമെന്ന് പറഞ്ഞ് ഇവൾ അവനൊരു വോയിസ് മെയിൽ ഇടും. അപ്പൊ വീടിന് പുറത്ത് ഒരു കാർ വരുന്ന ശബ്ദം കേട്ട് ഇവള് പുറത്ത് വരുമ്പോൾ ഇവളുടെ ഭർത്താവ് അവൻ വീടിനകത്തേക്ക് കയറില്ല. ഇവൾ എന്താ പ്രശ്നം, ഞാൻ നിന്നെ ഒരുപാട് വിളിച്ചല്ലോ, പിന്നെന്താ നീ കോൾ എടുക്കാത്തെ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ കെട്ടിയോൻ പറയും ഈ ശനിയാഴ്ചയാണ് നമ്മൾ അച്ഛനെ കാണാൻ പോകുന്നത്, പക്ഷെ ഇപ്പോഴും നീ ആ കേസിന്റെ പുറകെ തന്നെയാണ്, നിന്നോട് ഞാൻ ലീവ് എടുക്കാൻ പറഞ്ഞു നീ എടുത്തിട്ടില്ല, ദയവേത് കുറച്ചു ദിവസം ഓഫ് എടുക്ക്, ഇനിയും ഇത് തലക്കേറ്റി വെക്കണ്ട, നീ വരുമോ എന്റെ കൂടെ? അതിന് അമ്മയെ പറയും ഞാൻ വരാം, ഞാൻ ഉറപ്പായും വരും, ഞാൻ ഈ കേസ് മാറ്റി വെച്ചിട്ട് നിന്റെ കൂടെ വരാം എന്ന് പറഞ്ഞ് അവനെയും സമാധാനിപ്പിച്ച് ഇവര് വീടിനകത്ത് പോയി കുറച്ചു സമയം കഴിയുമ്പോൾ ഇവളുടെ അമ്മയുടെ കൂട്ടുകാരി ആ മരിച്ചുപോയ എലന അവരുടെ മോള് ഇവളെ കാണാൻ വരും. എന്നിട്ട് വൈകുന്നേരം ഞാൻ കിടക്കാൻ പോയപ്പോ ബെഡിനടിയിൽ ഒരു ലെറ്റർ കണ്ടു, അത് അമ്മ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എഴുതി വെച്ചതാണ്, ഡോക്ടർ പറഞ്ഞ് ശരിയാണ്, അമ്മ ആത്മഹത്യ തന്നെയാണ് ചെയ്തത്. അമ്മയ ആ ലെറ്റർ വാങ്ങിച്ചിട്ട് ഇത് മറ്റൊന്നുമില്ല, നിന്റെ അമ്മയും എന്റെ അമ്മയും കൂടി ഒരു സ്ഥലത്തേക്ക് റെഗുലർ ആയിട്ട് പോയിരുന്നു, ആ സ്ഥലമാണ് ഈ ലെറ്ററിൽ, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ ആ പെണ്ണിനെ പറഞ്ഞോളൂ. എന്നിട്ട് ഇവൾ ആ ലെറ്റർ തുറന്നു വായിക്കുമ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവര് കണ്ടുപിടിക്കുമെന്ന്, ഇതിന്ന് നിന്നെ ഒരാൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല, എന്റെ ഉള്ളിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്, എന്തോ എന്നെ കൊല്ലാൻ വരുന്ന പോലെ, എനിക്ക് ഇനിയും ഇത് മറച്ചു വെക്കാൻ കഴിയില്ല. ആ വീട് അതൊരു പഴയ ഫാം ഹൗസ് ആണ്, ഡേർട്ടി വാൾസ്, ഡാർക്ക് റൂഫ്. ഒരാബിഡെ റോഡിന് വളവ് തിരിയുമ്പോൾ നീ ആ വീട് കാണും, ഒരു സെക്കൻഡ്, ഇറ്റ്സ് എ ബ്ലാക്ക് ഹൗസ്, നീ അവരെ തേടി പോകുന്നതല്ല, അതിനു മുന്നേ അവര് നിന്നെ കണ്ടുപിടിക്കും. അങ്ങനെ അവൾ ആ അമ്മച്ചി പറഞ്ഞ അതേ സ്പോട്ടിലേക്ക് വരും, ആ പഴയ വീട്ടിലേക്ക്. എന്നിട്ട് ആ വീടിന്റെ മുന്നിലുള്ള കോളിംഗ് ബില്ല് അടിക്കുമ്പോൾ ആരും തന്നെ റെസ്പോണ്ട് ചെയ്യില്ല. സോ ഇവള്
മതിലിന് ചുറ്റും കവർ ചെയ്ത് നടക്കുമ്പോൾ ആ വീടിനകത്ത് ആരോ ഉള്ളതായിട്ട് ഇവള് കാണുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് അവര് ഗേറ്റ് തുറന്നില്ല? ഇവള് വീടിന്റെ ബാക്കിൽ ചെന്ന് അവിടെ ഗാർഡനിലെ ഗേറ്റ് തുറക്കാൻ നോക്കുമ്പോൾ അതും ലോക്കാണ്. സോ ചുറ്റും നോക്കുമ്പോൾ അടുത്തൊരു ചെറിയ വീട് കുറച്ചകലെയായിട്ട് ഇവള് കാണും. ഇവൾ ആ വീട്ടിൽ ചെന്ന് കതവ് മുട്ടിയിട്ട് നിങ്ങളുടെ അയൽപക്കത്തുള്ള ആ വലിയ വീട്, അതിനകത്ത് ആരാണ്, ആ വീടിനെ കുറിച്ച് എന്തെങ്കിലും അറിയോന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ആ പെണ്ണ് കതവ് അടയ്ക്കാൻ നോക്കും. അതിന് അമ്മയ അവളുടെ പോലീസ് ബാഡ്ജ് കാണിച്ചിട്ട് ഞാൻ പോലീസാണ്, നിങ്ങൾ പറഞ്ഞു തരൂ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ കേസാണ് എന്ന് പറഞ്ഞിട്ട് ഇവളുടെ അമ്മയുടെയും ആ ഡോക്ടറുടെയും ഫോട്ടോ എടുത്ത് കാണിക്കും. ഇവരാരെങ്കിലും ആ വീട്ടിലേക്ക് വരുന്ന കണ്ടിട്ടുണ്ടോ? അതിന് ആ പെണ്ണ് അതെ ഞാൻ ആ ഡോക്ടറെ കണ്ടിട്ടുണ്ട്, പക്ഷെ വേറെ ആരും നിങ്ങൾ കാണിച്ച വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. അമ്മയ നിങ്ങൾ എത്ര കാലമായിട്ട് ഇവിടെ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കാർ അങ്ങോട്ട് വരുന്നുണ്ട്. ഈ പെണ്ണ് പേടിച്ചിട്ട് ഐനാറ ആരാന്ന് അവരോട് ചോദിക്കും. അതാണ് ഇമ്പോർട്ടന്റ്, അത് മാത്രമേ എനിക്കറിയൂ എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് ഡോറ് വലിച്ചടയ്ക്കും. അമ്മയ ആ കാറ് കാണുമ്പോൾ ആ കാറിന് പിന്നാലെ തന്നെ ഓടി വന്നിട്ട് അവരെ നിൽക്കാൻ പറഞ്ഞ് ഇവളുടെ ബാഡ്ജ് കാണിച്ചിട്ട് എന്റെ പേര് ഇൻസ്പെക്ടർ സലസ, നവാറെ പോലീസ്, നിങ്ങളാണോ ഈ വീടിന്റെ ഓണേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ ആ കാറിനകത്ത് ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും അവരതേന്ന് പറയും. അപ്പൊ അമ്മയ നിങ്ങളുടെ ഫ്രണ്ട് ഡോക്ടർ ബെർസാറ്റുഗെ മരിച്ചുപോയി. ബെർസാറ്റുഗെ നിങ്ങളെ കാണാൻ വരുമ്പോൾ അവന്റെ കൂടെ ഈ പെണ്ണിനെ കണ്ടിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഇവളുടെ അമ്മയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. അതിന് അപ്പൂപ്പൻ ഇതാരാന്ന് എനിക്കറിയില്ല, ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ലോയറോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവര് ലോയറിന്റെ കാർഡ് കൊടുക്കും. സോ പണക്കാരൊക്കെ എങ്ങനെയാണ് ലോയറോട് പോയി ചോദിക്കാൻ പറയും. നമ്മളൊക്കെ ആണെങ്കിൽ എല്ലാ പേപ്പറും റെഡി ആണെങ്കിൽ പോലും പോലീസിനെ കണ്ട വണ്ടി നിർത്താനേ പേടിയാവും. അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇവള് തിരിച്ച് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ മോസ്കോ ഡോക്ടർ അമ്മേനെ വിളിച്ചിട്ട് ഇപ്പൊ ലാസ്റ്റ് മരിച്ചില്ലേ അവളുടെ അമ്മയുടെ കൂട്ടുകാരി, അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ആരോ ഈ സ്ത്രീനെ കൊണ്ട് ആ വാൾനട്ട് കഴിപ്പിച്ചാണ്. സോ ഇതൊരു ആത്മഹത്യയല്ല, ശരിക്കും ആരോ ഈ സ്ത്രീനെ കൊന്നുകളഞ്ഞാണ്, ഇതൊരു മേർഡർ ആണ്. അതും കേട്ട അമ്മയ സ്റ്റേഷനകത്ത് വരുമ്പോൾ അവളുടെ അസിസ്റ്റന്റ് ജെയ്സൺ ഇവളിപ്പോ പോയില്ലേ ആ വീടിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് ഇവൾക്ക് പറഞ്ഞു കൊടുക്കും. ആ വീട്ടുകാർക്ക് ഒരു മോൾ ഉണ്ടായിരുന്നു, അവളുടെ പേരാണ് ഐനാറ. ആ കൊച്ചിന്റെ പ്രസവം നോക്കിയത് ഫിന ഹിഡാൽഗോയാണ്. അതായത് ഇവളുടെ അമ്മയ്ക്ക് പ്രസവം നോക്കിയില്ലേ അതേ നഴ്സമ്മ. ആ കുഞ്ഞ് മരിച്ചുപോയി, പക്ഷെ ഇതുവരെ അതിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ അമ്മയ്ക്ക് മോണ്ടസിന്റെ കയ്യിൽ നിന്ന് ഒരു കോള് വരും. കുഞ്ഞ് മരിച്ചുപോയ ഫാമിലി അവരെടുത്ത് ചോദിച്ചിട്ട് അവര് ഡീറ്റെയിൽസ് ഒന്നും നേരെ തരുന്നില്ല. പക്ഷെ ഒരു കാര്യം ഭയങ്കര സംശയമാണ്, കുഞ്ഞ് മരിക്കുന്നതിന് മുമ്പ് വരെ ഇവരെല്ലാം തന്നെ സാധാരണ കുടുംബക്കാരായിരുന്നു. പക്ഷെ ഇപ്പോ ഈ നാട്ടിൽ തന്നെ വലിയ പണക്കാരാണ് അവരെല്ലാവരും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, ഫാർമസ്യൂട്ടിക്കൽ ലാബ്സ്, ഒരു വർഷം കൊണ്ട് തന്നെ അവര് നാടറിയുന്ന പണക്കാരായി മാറി. അതിൽ തന്നെ ഒരുപാട് വക്കീലുമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, പോലീസുകാരുണ്ട്. ഇവരുടെയൊക്കെ എല്ലാ കേസും വാദിക്കുന്ന കർമലെ ആന്റിയ എന്ന് പറയുന്ന ഒരു വക്കീലാണ്, ഈ നാട്ടിലെ ഏറ്റവും വലിയ വക്കീൽ. സോ ഈ ഇൻഫർമേഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞ് അമ്മയ അവളുടെ ജഡ്ജിനെ കാണാൻ വരും, മർക്കീന. എന്നിട്ട് അവനോട് എന്റെ അമ്മ, ഡോക്ടർ, പിന്നെ എലന, ഇവരെല്ലാവരെയും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരു വീടാണ്. ആ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് വെൽത്തി ലോയേഴ്സ് ഉണ്ട്. അവിടെ കൂടുന്ന എല്ലാവരുടെയും കൊച്ചുകുട്ടികൾ മരിച്ചാണ്. ഈ കുട്ടികളുടെ എല്ലാം പ്രസവം നോക്കിയത് ഫിന ഹിഡാൽഗോ എന്ന് പറയുന്ന ഒരു നഴ്സാണ്. അവരാണ് എന്റെ പ്രസവം നോക്കിയത്. ജനിച്ച കുട്ടികളെ അവൾ കൊന്നിരുന്നു എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അവളുടെ വീട് ചെക്ക് ചെയ്ത് അവിടുത്തെ ഫയൽസ് കിട്ടുകയാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ആ മരിച്ചുപോയ കുട്ടികളുടെ ബോഡി അതെവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിച്ചിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്തുള്ള കള്ളി വെളിച്ചത്താവും. സോ അവളുടെ വീട് സെർച്ച് ചെയ്യാനുള്ള വാറണ്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അമ്മയെ ചോദിക്കുമ്പോൾ ജഡ്ജി പറയും, അമ്മയ എവിഡൻസ് ഇല്ലാതെ, സോളിഡ് എവിഡൻസ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ നീ ചോദിച്ചോണ്ട് ഞാനത് ചെയ്യാം, നിനക്ക് വേണ്ടി മാത്രം. നീ അത് കണ്ടുപിടിച്ച് കൊണ്ടുവരണം എവിഡൻസ്. അതിന് അമ്മയ തീർച്ചയായിട്ടും അതിനുള്ള സോളിഡ് എവിഡൻസ് അവളുടെ കയ്യിലുണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇവർ ആ റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തു വരുമ്പോൾ ജഡ്ജി പറയും, എന്റെ 12 വയസ്സിൽ അമ്മ വീണ്ടും പ്രഗ്നന്റ് ആയി. വീട്ടിലെല്ലാവർക്കും സന്തോഷമായിരുന്നു. കുഞ്ഞ് ജനിച്ചു, നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞ്. പക്ഷെ 3 ആഴ്ച കഴിഞ്ഞ് എന്റെ ബേബി ബ്രദർ മരിച്ചുപോയി. അന്ന് മുതൽ അമ്മയ്ക്ക് മാനസിക പ്രശ്നം ഉണ്ടാവാൻ തുടങ്ങി. ഷീ വെന്റ് ക്രേസി. 1 വർഷം കഴിഞ്ഞ് അമ്മ സ്വയം കൊലപ്പെടുത്തി മരിച്ചു. അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികളുടെ ശവകുടീരം തുറക്കാൻ എനിക്ക് മനസ്സില്ല, എന്നെ കൊണ്ട് അതിന് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ എവിഡൻസ് വേണമെന്ന് പറഞ്ഞു. നീ അതിന് സോളിഡ് എവിഡൻസ് തരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ കൊച്ചുകുട്ടികളുടെ ബോഡി വീണ്ടും എടുത്ത് ചെക്ക് ചെയ്യാൻ എന്നോട് പെർമിഷൻ ചോദിക്കരുത്, എനിക്ക് കഴിയില്ല. അതിന് അമ്മയ ഇത്രയും വിഷമം നിനക്കുണ്ടായിട്ട് നീ എന്തത് പുറത്ത് കാണിക്കാത്തത്, നീ എങ്ങനെ അതിൽ നിന്ന് പുറത്തു വന്നു? അതിന് ജഡ്ജി, ഞാൻ എല്ലാവരോടും ക്ഷമിച്ചു, എന്റെ അച്ഛനോട്, എന്റെ അമ്മയോട്, എന്റെ ബേബി ബ്രദറിനോട്. നീയും ശ്രമിച്ചു നോക്ക്, നിന്നെ കൊണ്ട് കഴിയും. അമ്മയ അയാളുടെ നെഞ്ചി തൊട്ട് അവനെ സമാധാനിപ്പിക്കും. അപ്പൊ അവനാണെങ്കിൽ കിട്ടിയ ചാൻസിന് അവളുടെ കൈയെടുത്ത് മുത്താൻ നോക്കുമ്പോൾ ഇവള് കൈ പുറകിലേക്ക് വലിക്കും. അതിന് ആ ജഡ്ജി പറയും, ഞാൻ ഇതുവരെ ഇത് ആരോടും പറഞ്ഞിട്ടില്ല, പക്ഷെ നിന്നോട് പറയുമ്പോൾ എനിക്കെന്തോ സമാധാനം, നിനക്ക് മാത്രമേ ഈ കാര്യം അറിയൂ. ഇപ്പൊ എനിക്ക് സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് ഇവള് പോകാൻ നിൽക്കുമ്പോൾ ഞാൻ നിന്നെ ഒന്ന് ഉമ്മ വെച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് ജഡ്ജി അവളെ പിടിച്ച് ഉമ്മ വയ്ക്കും. അവളും ഒരു സെക്കൻഡ് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കും. എന്നിട്ട് അവനെ മാറ്റിയിട്ട് പാടില്ല, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞ് അവനെ മാറ്റി അവൾ വണ്ടിയെടുത്തു പോകും. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവക്കെന്തോ ഒരു കുറ്റബോധമുണ്ട്. അങ്ങനെ വീട്ടിൽ വന്ന് അവളുടെ ഭർത്താവും കൊച്ചും അവരെ കതവി തട്ടി വിളിക്കും. ഭർത്താവാണെങ്കിൽ ഇവൾ ഒരുപാട് ലേറ്റ് ആയിട്ട് വന്നിട്ട് പോലും നിന്റെ ഭർത്താവിനെയും കൊച്ചിനെയും കാണാൻ ഇത്രയും വൈകിയാണോ വരുന്നത് ലേഡി എന്ന് സ്നേഹത്തോടെയാണ് പറയുക. എന്നിട്ട് നീ ഓഫീസിൽ ലീവിന്റെ കാര്യം പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, പറഞ്ഞു, പക്ഷെ ഇനിയും അവര് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് പോലീസുകാരൊക്കെ ആ ഫിന ഹിഡാൽഗോ നഴ്സിന്റെ വീട്ടിൽ ചെന്ന് സെർച്ച് വാറന്റ് കാണിച്ചിട്ട് നമ്മുടെ പെണ്ണും ഒരു 7-8 പോലീസുകാരും കൂടി അവളുടെ വീട് മുഴുവൻ സെർച്ച് ചെയ്യും. അവിടെ ഒരു ഫയൽ പോലും ഉണ്ടാവില്ല. അമ്മയ ആ നഴ്സിനോട്, എവിടെ ഫയലൊക്കെ, നീ ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ച ഫയലൊക്കെ എവിടെ, നീ എന്ത്
ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ആ നഴ്സാണെങ്കിൽ അതൊക്കെ യൂസ്ലെസ് പേപ്പർ അല്ലേ, എനിക്കതുകൊണ്ട് എന്താണ് യൂസ്, അതുകൊണ്ട് ഞാൻ അതൊക്കെ കത്തിച്ചു എന്ന് പറയും. ഇവര് ചെന്ന് കത്തിച്ച ഭാഗം നോക്കുമ്പോൾ എല്ലാം കത്തിക്കരിഞ്ഞ് ചാമ്പലായിരിക്കുകയാണ്. അമ്മയെ തിരിച്ച് ടെൻഷനായിട്ട് ഇറങ്ങി പോകുമ്പോൾ ആ നഴ്സ് പറയും, ഇത് കാണുമ്പോൾ നീ എന്തോ ഭാഗ്യം കെട്ട പെണ്ണാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ കലിപ്പെടുത്ത് അമ്മയ അവളുടെ കുത്തിന് കയറി പിടിക്കാൻ വരുമ്പോൾ ജെയ്സൺ അവളെ പിടിച്ച് തടയും. അമ്മയ ആ പെണ്ണിനെ ഒരു ഫോട്ടോ മാത്രം എടുത്തിട്ട് പുറത്തേക്ക് വരും. എന്നിട്ട് കൂടെയുള്ള പോലീസുകാരൊക്കെ നല്ല ചീത്ത പറഞ്ഞിട്ട് നീയൊക്കെ കൂടെ ഇരുന്നിട്ട് നിങ്ങളുടെ ഏതോ ഒരുത്തൻ നമ്മുടെ സെർച്ച് വാറന്റിനെ കുറിച്ച് ആ പെണ്ണിന് നേരത്തെ ഇൻഫോം ചെയ്തു, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. എനിക്കറിയണം നമ്മുടെ ഇടയിലെ സ്പൈ ആരാണ്. അതിന് ആ പോലീസുകാരന്മാര്, ബോസ് ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, എന്നിട്ട് നിങ്ങളെ ചതിക്കോ, ഞങ്ങൾ 100% നിങ്ങൾക്ക് വേണ്ടിയാ ജോലി ചെയ്യുന്നു. അതിന് അമ്മയ എനിക്കിത് ആരാണ് ചെയ്തതെന്ന് അറിയണം, അത് കണ്ടുപിടിച്ച് എന്നെ അറിയിക്കുക എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടുന്ന് ഇറങ്ങി ആ വലിയ വീടിന്റെ അടുത്ത് ഒരു സ്ത്രീ താമസിക്കണല്ലേ, ആ സ്ത്രീനെ ചെന്ന് കാണും. അപ്പൊ ഈ പെണ്ണ് അവക്ക് ഒരുപാട് ഫോട്ടോസ് കാണിച്ചിട്ട്, ഞാൻ ഈ ഫോട്ടോസ് ഒക്കെ പോലീസുകാർക്ക് കൊടുത്തിരുന്നു, പക്ഷെ ഒരു ആക്ഷനും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ വീട്ടിൽ നിന്ന് എപ്പോഴും മൃഗങ്ങളും മനുഷ്യരും കരയുന്ന ശബ്ദം കേൾക്കുമായിരുന്നു. ഒരുപാട് പേര് അവിടെ ഒത്തുകൂടുമായിരുന്നു. അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടാവും, അവര് മൃഗങ്ങളെയും കൊണ്ടുവരും. പലരും വലിയ വലിയ പണക്കാരാണ്. ആ ഹൗസ് ഓണർക്ക് ഒരു മോൾ ഉണ്ടായിരുന്നു, അതാണ് ഐനാറ. 1.5 വയസ്സ് മാത്രമേ ആ കൊച്ചിനുണ്ടായിരുന്നുള്ളൂ. അവരാ കൊച്ചിനെ നോക്കിയിരുന്നില്ല, ഭക്ഷണം കൊടുക്കില്ല, വസ്ത്രം കൊടുക്കില്ല. ഒരു ദിവസം എന്റെ വീട്ടില് ഡോണട്ട് ഉണ്ടാക്കുന്ന മണം പിടിച്ച് ആ കൊച്ചു വന്നു. അപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ആ കൊച്ചിനെ കാണുന്നത്. ഞാൻ കൊടുത്തത് മുഴുവൻ അവൾ ഒറ്റയടിക്ക് കഴിച്ചു. വിശന്ന് വലഞ്ഞ ഒരു പാവം കൊച്ച്. ഒരു ദിവസം ആ കൊച്ചിന് വേണ്ടി ഞാൻ എന്റെ മോളുടെ തുണികൾ കൊണ്ടുപോയി കൊടുക്കാൻ അവരുടെ വീട്ടിലേക്ക് പോയപ്പോ ഒരു കൂട്ടം ആൾക്കാർ എന്തോ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞു അവരുടെ കൊച്ച് മരിച്ചുപോയി. പക്ഷെ അവരൊരുപാട് ഹാപ്പി ആയിരുന്നു. കൊച്ച് എവിടെയാണെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു അവരൊരു ട്രിപ്പിന് ഇംഗ്ലണ്ട് പോയി, അവിടെ വെച്ച് മരിച്ചു, അവിടെ തന്നെ സംസ്കരിച്ചു. അപ്പൊ അമ്മയ ആ നഴ്സിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഈ സ്ത്രീനെ കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോ അതെ ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്, ഈ പെണ്ണ് ഇപ്പോഴും വരുമെന്ന് ആ സ്ത്രീ പറയും. സോ ഡീറ്റെയിൽസും വാങ്ങിയിട്ട് അമ്മയ താങ്ക്സ് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോ ആ അമ്മച്ചി പറയും, നിന്റെ ഗണ്ണുകൊണ്ട് വിച്ചകളിനെയും ഡെവളിനെയും കൊല്ലാൻ കഴിയില്ല, നീ സൂക്ഷിച്ചിരുന്ന ഹണി, ആ വീട് മൊത്തം സാത്താമാരാണ്. അങ്ങനെ അതും കേട്ട് അമ്മയ അവിടുന്ന് പുറത്തു വന്ന് കാർ എടുക്കുമ്പോ ഒരു പെണ്ണ് ദൂരെ നിന്ന് ആ വീടിനെ ഫോട്ടോ എടുക്കുന്ന കാണും. ഇവള് നിക്കാൻ പറഞ്ഞ് പുറകെ ഓടുമ്പോ ആ പെണ്ണ് നിക്കാതെ എനിക്ക് എന്റെ റൈറ്റ്സ് അറിയാം, ഞാൻ ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോവും. അമ്മയ പുറകെ പോയി ആ പെണ്ണിനെ വലിച്ചിടും. എന്നിട്ട് എന്തിന് നീ ആ വീട് ഫോട്ടോ എടുത്തു എന്ന് ചോദിക്കുമ്പോ ആ സ്ത്രീ, ബിക്കോസ് ദ പീപ്പിൾ, അവിടുത്തെ മനുഷ്യന്മാര്, അവരാണ് എന്റെ മക്കളെ കൊന്നുകളഞ്ഞ് എന്റെ പെൺകുട്ടികളെ. അമ്മയ ആ പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് ഒരു ഹോട്ടലിൽ ഇരുത്തി എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറയും, എന്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് കുട്ടികൾ വേണ്ടായിരുന്നു, പക്ഷെ എന്റെ ഭർത്താവ് നിർബന്ധിച്ചു. ഭർത്താവ് വീട്ടിൽ വെച്ചെന്നെ പ്രസവിക്കാൻ പറഞ്ഞു, പക്ഷെ ഞാൻ ആശുപത്രിയിൽ പോയി അവിടുന്നാണ് പ്രസവിച്ച്. അവർ ട്വിൻസ് ആയിരുന്നു, 2 പെൺകുട്ടികൾ. ഞാൻ ഗർഭിണി ആയിരിക്കുമ്പോഴാണ് എന്റെ ഭർത്താവ് ആ വീട്ടിലേക്ക് പോകുന്നത്. അമ്മയ നിന്റെ കൊച്ചുങ്ങൾ എങ്ങനെയാണ് മരിച്ചത് എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറയും, ക്രിബ് ഡെത്ത്, അതായത് കാരണമൊന്നുമില്ല, 1 വയസ്സിനുള്ളിൽ പെട്ടെന്ന് കൊച്ചുങ്ങൾ മരിച്ചു പോകും, അത് എന്തുകൊണ്ടാന്ന് അറിയില്ല, അതാണ് ഇവളുടെ കൊച്ചുങ്ങൾ മരിക്കാൻ കാരണം. കൊച്ചുങ്ങൾ മരിച്ചു കഴിഞ്ഞ് അവളുടെ ഭർത്താവ് കുട്ടികളുടെ ബോഡി എടുത്തുകൊണ്ട് പോയി. ഇവള് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അമ്മയ ടേപ്പിൽ റെക്കോർഡ് ചെയ്ത് സ്റ്റേഷനിൽ വന്ന് എല്ലാവർക്കും പ്ലേ ചെയ്ത് കാണിക്കും. ആ പെണ്ണ് പറഞ്ഞിരിക്കും, ആ കുട്ടികള് കല്ലറയിൽ ഇല്ലാന്ന് എനിക്കറിയായിരുന്നു, ഞാനത് തുറക്കാൻ പറഞ്ഞു, പക്ഷെ എന്റെ ഭർത്താവിന്റെയാണ്, അവന്റെ കുടുംബ കല്ലറയാണത്, സോ അവൻ തുറക്കാൻ സമ്മതിച്ചില്ല. അമ്മയെ പറയും, അത് കഴിഞ്ഞിട്ട് അവളുടെ ഭർത്താവ് തിരിച്ച് അവളുടെ വീട്ടിലേക്ക് പോയിട്ടില്ല, അവര് പിരിഞ്ഞു. അവള് ഭർത്താവിനെ ഫോളോ ചെയ്തു. അപ്പോഴാണ് അവൻ എല്ലാ സമയത്തും ആ പഴയ ഫാം ഹൗസിലേക്ക് പോകുന്നത് കണ്ടത്. സോ ആ പെണ്ണിന്റെ കുഞ്ഞുങ്ങളെ കുഴിച്ചിട്ട കല്ലറ, ആ കല്ലറ നമുക്ക് തുറന്നു നോക്കണം. അതിന് ജഡ്ജ് മാർക്കിനെ സമ്മതിക്കില്ല, പ്രൂഫ് ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ജെയ്സൺ പറയും, ഇല്ല, മാർക്കിനെ എന്റെ ആവശ്യമില്ല, കാരണം ഈ സ്പോട്ട് ഫ്രാൻസിലാണ്, അവിടെ ഇതിന് എതിർപ്പുണ്ടാവില്ല, നമുക്ക് അവിടുത്തെ ഓഫീസറിനെ വിളിച്ചിട്ട് ആ കല്ലറ തുറന്നു നോക്കാൻ പറ്റും. സോ ഉടനെ തന്നെ എല്ലാരും കൂടി അതിനുവേണ്ടി പുറപ്പെടുമ്പോ നമ്മുടെ മോണ്ടസ് അമ്മയോട് പറയും, ഞങ്ങളെല്ലാവരും നിങ്ങളുടെ സൈഡാണ്, അല്ലാതെ നിങ്ങളെ ചതിക്കില്ല. ആ കൊച്ചുങ്ങളെ കൊന്നതാര്, ഇതിന് പിന്നിൽ എന്താണ് എന്ന് ഞങ്ങൾക്കും അറിയണം, ഞങ്ങളും പോലീസുകാരാണ്, ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ ചതിക്കില്ല ബോസ്. സോ ഇവരാരും അല്ല, ഇവള് ചെക്ക് ചെയ്യാൻ പോകുന്ന ന്യൂസ് ലീക്ക് ചെയ്ത് വേറെ ആരോ ആണ്. അങ്ങനെ ഇവരെല്ലാവരും വണ്ടിയെടുത്ത് ആ പെണ്ണിന്റെ കൊച്ചുങ്ങളെ കുഴിച്ചിട്ട കല്ലറ ആ സെമിത്തേരിക്ക് വരും. എന്നിട്ട് അവിടുത്തെ ആൾക്കാരെയും ഓഫീസർമാരെയൊക്കെ വെച്ച് ആ കല്ലറ പൊളിക്കാൻ നേരം ഏകദേശം അവര് കല്ല് മാറ്റി. അപ്പത്തേക്കും അവിടുത്തെ ഓഫീസർ അവർക്കൊരു കോള് വരും, അവരുടനെ നിർത്താൻ പറയും. എന്നിട്ട് ജഡ്ജിനോട് നിങ്ങൾ പെർമിഷൻ വാങ്ങിക്കാതെയാണ് ഈ കല്ലറ തുറക്കാൻ നോക്കിയത്, എന്നിട്ട് എന്നെയും കൂടി ഈ കേസിലേക്ക് വലിച്ചിടാൻ നോക്കി, മേലി എന്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞിട്ട് വരരുത്, പിന്നെ ഞാൻ ഒരു സഹായം ചെയ്യില്ല, ആ കല്ല് തിരിച്ചു വെക്കി എന്ന് പറഞ്ഞിട്ട് ആ ലേഡി ഓഫീസർ അവിടുന്ന് ഇറങ്ങിപ്പോകും. അപ്പൊ ഈ മരിച്ചുപോയ കൊച്ചുങ്ങളുടെ അമ്മ അത് കടന്ന് നിലവിളിച്ച് കരയുന്നുണ്ടാവും, എന്റെ കുഞ്ഞുങ്ങൾ അവരെനിക്ക് കാണണം. അവൾ ആ കല്ലറ തുറക്കാൻ പോകുമ്പോ ജെയ്സൺ ആ പെണ്ണിനെ തടയും. അത് കഴിഞ്ഞ് അമ്മയ തിരിച്ചു വന്നിട്ട് അവളുടെ ജഡ്ജ് മാർക്കിനെ വിളിക്കും, പക്ഷെ അയാള് ബിസി ആയിരിക്കും, കോൾ എടുക്കില്ല. ഇവള് ടെൻഷനായി തിരിച്ച് വീട്ടിലേക്ക് വന്ന് ബാത്ത് ടബില് ഇങ്ങനെ ആലോചിച്ചിരിക്കും. അത് കഴിഞ്ഞ് ഉറങ്ങാൻ വരുമ്പോ അവളുടെ ഭർത്താവ്, വെറുതെ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിനക്ക് ചുറ്റുമുള്ള സന്തോഷം അതും കൂടി നീ ഇല്ലാതാക്കി കളയാണ്, കുറച്ചു ദിവസം ഇതെല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് പോകാം, ഒരു ബ്രേക്ക് എടുക്ക്, നീ ഇല്ലെങ്കിലും ഈ കേസ് നടന്നോളൂ. അതിന് അമ്മയ ഒരു ചെറിയ വർക്ക് കൂടിയുണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് നിന്റെ അച്ഛനെ കാണാൻ പോകും. അങ്ങനെയും പറഞ്ഞ് 2 പേരും കൂടി കിടന്നുറങ്ങുമ്പോ ഇവക്ക് വീണ്ടും ഒരു കോള് വരും. സംഭവം ആ ചെറിയ കുട്ടികളുടെ അമ്മയില്ലേ, അവർ ആ കല്ലറ എന്തായാലും തുറക്കുമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ആ പെണ്ണ് വീട്ടിൽ പോയി അവര് പാറ ഓടിക്കാനെങ്ങാണ്ട് വെച്ചിരുന്ന ബോംബ് അതെടുത്തോണ്ട് വന്ന് ആ കല്ലറ പൊട്ടിച്ചു. അവളുടെ 2 വിരല് അറ്റുപോയി, ഒരു കണ്ണിന്റെ കാഴ്ചയും പോയി. എന്നിട്ടും ആ പെണ്ണ് ആ കല്ലറയുടെ അകത്ത് എന്താന്ന് നോക്കാൻ വേണ്ടി എഴഞ്ഞഴഞ്ഞ് അകത്ത് പോവായിരുന്നു. അമ്മയ ആ പ്ലേസ് പോയി ചെക്ക് ചെയ്യും. അതേസമയം അവളുടെ അസിസ്റ്റന്റ് ജെയ്സൺ അവൻ ആ ക്രിപ്റ്റിന്റെ അകത്ത് പോയിട്ട് അവിടെ കാണുന്ന കുട്ടികളെ അടച്ചു വെച്ചിട്ടുള്ള പെട്ടി
മുറിയൊക്കെ തുറന്നു നോക്കി അതൊക്കെ ഫോട്ടോ എടുത്തു വെക്കും. അപ്പൊ അമ്മയ്ക്ക് ഒരു കോള് വരും, അവളുടെ ജഡ്ജ് മർക്കീന. പിറ്റേന്ന് അവളെ കാണാൻ വരാൻ പറയും. അങ്ങനെ പിറ്റേന്ന് ഇവള് ജഡ്ജിന്റെ ഓഫീസിൽ പോകുമ്പോൾ ഇവിടെ കല്ലറ പൊട്ടിച്ചില്ലേ ആ പെണ്ണിന്റെ വീട്ടുകാർ, അവളുടെ ഭർത്താവും ഭർത്താവിന്റെ തന്തയും തള്ളിയും. അവളുടെ ഭർത്താവ് പറയും കുട്ടികൾ വയറ്റിലുണ്ടായിരുന്ന സമയത്ത് തന്നെ അവള് വെള്ളമൊടിക്കുമായിരുന്നു, സ്മോക്ക് ചെയ്യുമായിരുന്നു, അത്രയും കെയർലെസ് ആയിരുന്നു അവള്. കുട്ടികൾ ജനിച്ചപ്പോൾ തന്നെ അവർക്ക് ശ്വാസകോശത്തിന് തകരാറുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവർ മരിച്ചത്. അതോടുകൂടി അവള് മുഴുപ്രാന്തിയായി സ്വയം മരിക്കാൻ ശ്രമിച്ചു. ഞങ്ങള് ഒരു ക്ലിനിക്കിൽ അവൾ അഡ്മിറ്റ് ചെയ്തു, അവിടുന്ന് രക്ഷപ്പെട്ടതാണ് അവള്. അപ്പൊ ജഡ്ജ് നിനക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളാൻ അമ്മയോട് പറയും. അപ്പൊ അമ്മയാ എന്തുകൊണ്ട് കുട്ടികൾ മരിച്ചിട്ട് ഇതുവരെ ഓട്ടോപ്സി റിപ്പോർട്ട് കിട്ടിയിട്ടില്ല? അതിന് ആ പെണ്ണിന്റെ അമ്മായി അത് പറയും കൊച്ചിന്റെ അമ്മ അവള് കുട്ടികളെ കട്ട് ചെയ്യാൻ പാടില്ല, കീറി മുറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ഒച്ച വെച്ചു. അവളുടെ പേര് യോലൻഡ എന്നാണ്. മാത്രമല്ല കൊച്ചുങ്ങൾക്ക് ലങ് ഡിസീസ് ഉള്ളതുകൊണ്ട് അതൊരു സഡൻ ഡെത്ത് ആയിരുന്നില്ല, ഞങ്ങൾക്ക് കുട്ടികൾ മരിക്കുമെന്ന് നേരത്തെ അറിയായിരുന്നു. അപ്പൊ അമ്മയാ നിങ്ങൾക്കും ആ പഴയ വീട്ടിലെ മുത്തപ്പനും മുത്തിയും തമ്മിൽ എന്താണ് ബന്ധം? നിങ്ങളീ പലരും അവിടെ ഒരുമിച്ച് കൂടാറുണ്ട്. അതിന് ഈ മുത്തി പറയും ഡോക്ടർ ബിർസാറ്റുഗെ, ആദ്യം മരിച്ചില്ലേ ആ ഡോക്ടർ ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി കുട്ടികൾ നഷ്ടപ്പെട്ട പാരന്റ്സിന് വേണ്ടി. ആ വീട്ടിലെ മുത്തപ്പനും മുത്തിക്കും ഞങ്ങളെപ്പോലെ തന്നെ അവരുടെ കൊച്ചും മരിച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടി അവിടെ വെച്ചാണ് പല പ്രാർത്ഥനയും നടത്തുക, ഞങ്ങളുടെ സമാധാനത്തിന് വേണ്ടി. ഡോക്ടർ ബിർസാറ്റുഗെ അദ്ദേഹം ഒരു പാവാണ്, അയാൾക്കെതിരെ കേസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് തന്നെ വിഷമാണ്. അപ്പൊ ജഡ്ജി താങ്ക് യു സോ മച്ച്, ഇൻഫർമേഷൻസ് തന്നതിന് നന്ദി, നിങ്ങൾക്ക് പോവാന്ന് പറയും. അങ്ങനെ അവരെ പറഞ്ഞുവിട്ട് അമ്മയോട് നിനക്ക് എന്താണ് പ്രശ്നം? നീ സംശയിക്കുന്ന ഒന്നും അതിനൊന്നും ഒരു തെളിവുമില്ല, ഇതൊക്കെ സാധാരണമാണ്, ഇപ്പൊ മനസ്സിലായില്ലേ? അതൊരു സാധാരണ വീടാണ്, നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്റെ അടുത്തായിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷെ നീ ഞാൻ പറയുന്ന കേൾക്കാതെ ആ കല്ലറ പൊളിക്കാൻ പോയി. ശരി അത് പോട്ടെ, നഴ്സിന്റെ വീട്ടിൽ പോയില്ലേ, എന്നിട്ട് അവിടുന്ന് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ അമ്മയെ പറയും ആ നഴ്സിന് ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ ആരോ ഇൻഫർമേഷൻ കൈമാറി, നമ്മുടെ കൂടെയുള്ള ആരോ തന്നെ. അതിന് ആ ജഡ്ജ് പറയും സ്റ്റേഷനിൽ ആരെങ്കിലും ആണോ? അങ്ങനെ ആരെങ്കിലും നിന്റെ അടുത്തുണ്ടെങ്കിൽ നീ കെയർഫുൾ ആവണം, നിനക്കത് കൂടുതൽ അപകടമാവും. അതിന് അമ്മയെ പറയും ഞാൻ കുറച്ച് നാളേക്ക് ലീവ് എടുത്ത് പോവാണ്, ഇതിൽ നിന്നൊക്കെ എനിക്ക് മാറി നിൽക്കണം, എന്റെ ഫാമിലിയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്, എനിക്കത് സോൾവ് ചെയ്യണം, അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ട് അമ്മയ അവിടുന്ന് ഇറങ്ങും. എന്നിട്ട് കാറിൽ കയറി ജെയ്സന്റെ കൂടെ അവള് വീട്ടിൽ പോകുമ്പോൾ അവള് പറയും വീട്ടിൽ പോണ്ട, ചർച്ചയിൽ കൊണ്ടുപോകാൻ. സംഭവം ഇന്ന് ഇവളുടെ അമ്മയുടെ മരണച്ചടങ്ങാണ്, അതിന് പോവില്ല എന്ന് പറഞ്ഞിട്ടാണ് അമ്മ ഇരുന്നത്. പക്ഷെ ഇപ്പോ അതിന് പോവാന്ന് പറഞ്ഞ അവൾ വന്നപ്പോ ജെയ്സൺ നിനക്കറിയാലോ നിന്റെ അമ്മ മരിച്ചിട്ടില്ല എന്ന്, പിന്നെ എന്തിനാ ഇതിന് പോണേന്ന് ചോദിക്കും. അതിന് അമ്മയെ പറയും ഇല്ല എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല, ഞാൻ വിചാരിച്ചതെല്ലാം തെറ്റാണ്, എന്റെ തെറ്റുകൊണ്ട് ഓരോരുത്തരുടെ ജീവനും ഇപ്പൊ നഷ്ടപ്പെടുകയാണ്. അതിന് ജെയ്സൺ നിങ്ങളാണ് എന്നോട് പറഞ്ഞത് ഒരു ഇൻവെസ്റ്റിഗേറ്റർ എങ്ങനെ വേണമെന്ന്, സ്വയം ട്രസ്റ്റ് വേണം, താൻ ചെയ്യുന്നത് ശരിയാണെന്നുള്ള ബോധം വേണം. പക്ഷെ ഇപ്പോ നിങ്ങൾ എന്നെ അത് വേണ്ടാന്ന് വെച്ച് ഇട്ടിട്ട് പോവാണ്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ചാൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും, എന്നാലും അത് കടന്ന് വീണ്ടും വീണ്ടും ഓരോ മിസ്റ്റേക്കും താണ്ടി നമ്മൾ പൊക്കൊണ്ടേയിരിക്കും, പുതിയ വഴികൾ കണ്ടുപിടിക്കും, പട്ടാളക്കാരെ പോലെ പൊരുതും. പക്ഷെ ഇന്ന് നിങ്ങളെല്ലാം വിട്ടെറിഞ്ഞ് ഇറങ്ങി പോവാണ്, എന്നെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ എതിരെ തിരിയാണ്. അതിന് അമ്മയെ പറയും എനിക്ക് ഇനിയും ഒരു മിസ്റ്റേക്ക് കൂടി ചെയ്യാൻ കഴിയില്ല. അതിന് ജെയ്സൺ എനിക്ക് നിങ്ങളെ വിശ്വാസമുണ്ട്, പക്ഷേ ജഡ്ജിനില്ല. ഒരുപക്ഷെ ജഡ്ജിനോട് നിങ്ങൾക്കുള്ള അഫയർ കൊണ്ടാവണം നിങ്ങളുടെ കണ്ണ് മൂടിപ്പോയത്. അതിന് അമ്മയ അവനെ ചീത്ത പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങും. ജെയ്സൺ എനിക്ക് പേടിയാണ്, കാരണം ഞാൻ നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അമ്മയ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഒരിക്കലും കേസിനെ അഫക്ട് ചെയ്യില്ല, ഞാൻ അതിനെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവള് നേരെ ചർച്ചിനകത്തേക്ക് കയറാൻ പോവും. വാതിലിന്റെ അവിടെ എത്തുമ്പോ അവിടെയാണ് ഒരു ചോദ്യചിഹ്നം, സ്വന്തം തന്നിൽ സ്വയം വിശ്വസിക്കണോ അതോ മറ്റുള്ളവര് കുറ്റപ്പെടുത്തുമ്പോ ആ ഒഴുക്കിന് ഒലിച്ചു പോകണം. അമ്മയെ വെട്ടിത്തിരിഞ്ഞ് ജെയ്സന്റെ നേരെ വന്നിട്ട് ഇറങ്ങി പോയിക്കോ ഇവിടുന്ന്, ഞാൻ എന്തായാലും അകത്ത് പോണില്ല, നീ വീട്ടിലേക്ക് പോയിക്കോ, നാളെ സ്റ്റേഷനിലേക്ക് വരാൻ പറയും. എന്നിട്ട് അമ്മയെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ അവളുടെ ആന്റിയും വീട്ടിൽ തന്നെ കാണും. അമ്മയ ആന്റി മരണച്ചടങ്ങിന് പോയില്ലേന്ന് ചോദിക്കുമ്പോൾ ആന്റി അതെ, അവള് നിന്നെയും കൊല്ലാൻ നോക്കി, എന്നെയും കൊല്ലാൻ നോക്കി, നമ്മുടെ കൊച്ചു കുട്ടീനെയും കൊല്ലാൻ നോക്കി, എന്നിട്ട് അവളുടെ ചടങ്ങ് നടത്തി, ഇനി സ്വർഗം കിട്ടാത്താണ് ബാക്കി, എനിക്ക് നിന്റെ അമ്മയെ ഇഷ്ടമല്ല, ഞാൻ പോവില്ല എന്ന് ആന്റി പറയും. അത് കഴിയുമ്പോൾ അമ്മയ ഈ വിച്ച് ക്രാഫ്റ്റിനെ കുറിച്ച് ആന്റിക്ക് എന്താണ് അറിയാന്ന് ചോദിക്കുമ്പോൾ ആന്റി പറയും 100 വർഷങ്ങളായിട്ട് ഈ താഴ്വരയിലെ ഒരുപാട് മനുഷ്യര് വിച്ച് ക്രാഫ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിന് അമ്മയ അവര് കൊച്ചുകുട്ടികളെ കൊല്ലുന്നുണ്ട് ടു മേക്ക് സാക്രിഫൈസസ്. അതെന്തിനാണ്? ആന്റി പറയും ഈവിളിനുള്ള ഓഫറിംഗ് ആണ്, ഏതോ ഒരു സാത്താനെ എഴുന്നേൽപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ട് ആന്റി ഞാൻ കാർഡ് ചെക്ക് ചെയ്യുമ്പോൾ നിന്റെ ഒരു ക്ലോസ് കൂട്ടുകാരൻ അവൻ എന്തോ ഡേഞ്ചർ ഉണ്ടെന്നാണ് വന്ന്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മയെ ഞെട്ടി ഓടി വന്നിട്ട് അവളുടെ അമേരിക്ക കൂട്ടുകാരൻ അലോഷ്യസിനെ വിളിച്ചു നോക്കും. പക്ഷെ അലോഷ്യസ് ഇപ്പൊ ഓഫീസിലില്ല, ഏതോ ഒരു കേസിന് വേണ്ടി പുറത്തു പോയിരിക്കുകയാണ്, തിരിച്ചു വന്നിട്ടേ ഇല്ല, ഒരു വിവരവുമില്ല. സോ കൂടെ വർക്ക് ചെയ്യുന്ന ആള് ഇന്ന് വൈകിട്ട് അവനെ കുറിച്ച് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചറിയിക്കാന്ന് പറയും. അത് കഴിഞ്ഞ് വൈകുന്നേരം ഇവളുടെ ചേച്ചിമാരൊക്കെ മരണച്ചടങ്ങ് കഴിഞ്ഞ് തിരിച്ചു വരും. എന്നിട്ട് ഈ നാട്ടിലെ എല്ലാവരും ഉണ്ടായിരുന്നു, വളരെ വലിയ രീതിയിലാണ് ചടങ്ങ് നടന്ന്, വരാത്തവര് മാത്രം വന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പെണ്ണിനെ കുറ്റപ്പെടുത്തുമ്പോൾ അവളാണെങ്കിൽ അലോഷ്യസ് അവൻ തിരിച്ചു വന്നിട്ടില്ല, അവന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ടെൻഷനായിട്ട്. അവളുടെ മൂത്ത ചേച്ചി ഫ്ലോറ എനിക്ക് മറ്റൊരു അനൗൺസ്മെന്റ് കൂടിയുണ്ട്, എനിക്കൊരാളെ ഇഷ്ടമാണ്, അതാരാന്ന് അമ്മയ്ക്കറിയാം, അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഓഫീസറാണ്. അമ്മയെ പറയും മോണ്ടസ്. സോ മോണ്ടസും ഇവളുടെ ചേച്ചിയും തമ്മിൽ ഒരു കണക്ഷൻ ഉള്ളത് നമ്മൾ ഫസ്റ്റ് പാർട്ടിലെ കണ്ടതാണ്. അത് അമ്മയ്ക്ക് സന്തോഷമാണ്. അങ്ങനെ അതും കഴിഞ്ഞ് ഇവര് തുണികളൊക്കെ എടുത്ത് പാക്ക് ചെയ്തിട്ട് പിറ്റേന്ന് ഭർത്താവിന്റെ അച്ഛനെ കാണാൻ വേണ്ടി അമേരിക്കയിലേക്ക് പോവാണ്. സോ അതിന്റെ തിരക്കി നിൽക്കുമ്പോൾ നമ്മുടെ പെണ്ണാണെങ്കിൽ ഭയങ്കര ടെൻഷൻ, അവളുടെ കൂട്ടുകാരൻ അലോഷ്യസിനെ കാണാനില്ല, ഭർത്താവ് അവനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കും. അങ്ങനെ അവള് സമാധാനത്തോടെ നിൽക്കുമ്പോൾ അവൾക്ക് വീണ്ടും ഒരു കോള് വരും. ജെയ്സന്റെ അമ്മ, ജെയ്സൺ ഇന്ന് വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഇത്ര നേരമായിട്ടും കണ്ടിട്ടില്ല, അവൻ നിങ്ങളുടെ കൂടെ ഉണ്ടോ, എന്താ വിളിക്കാത്തതെന്ന് പറഞ്ഞിട്ട് ഇവളോട് ചോദിക്കുമ്പോൾ അമ്മയെ പറയും ജെയ്സൺ നേരത്തെ വന്നു, ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു, ഞാൻ പറഞ്ഞു വിട്ടാണ് വീട്ടിലേക്ക്
വീട്ടിലേക്ക് വന്ന് നിങ്ങൾ വിഷമിക്കണ്ട, അവൻ എവിടെയെങ്കിലും റൗണ്ട്സ് പോയതായിരിക്കും, ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇവള് ഫോൺ കട്ട് ചെയ്തിട്ട് ഇവളുടെ മറ്റു ഓഫീസർമാരെ വിളിച്ചിട്ട് ജെയ്സൺ ഇനിയും വീട്ടിലേക്ക് പോയിട്ടില്ല, ഇത്രയും നേരമായിട്ട് അവൻ മിസ്സിംഗ് ആണ്, അവൻ എവിടെയാണെങ്കിലും കണ്ടുപിടിച്ചിട്ട് എന്നെ വിളിക്കാൻ പറയുന്നു പറയും. അപ്പൊ ആ കൂട്ടുകാരൻ ഓഫീസർ പറയും അവന്റെ റൂം എന്റെ വീടിനടുത്താ, ഞാൻ പോയി ചെക്ക് ചെയ്യാന്ന് പറയും. അങ്ങനെ കോള് കട്ട് ചെയ്ത് ഇവര് വീണ്ടും ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പെണ്ണിനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഓരോരോ പ്രശ്നങ്ങൾ. അവക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഭർത്താവ് എന്ത് പറ്റി, എന്താ നിന്റെ പ്രശ്നം? അതിന് അമ്മയാ എനിക്ക് ഇനിയും ഇവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് പോണെന്ന് പറഞ്ഞിട്ട് വേറൊന്നും പറയാതെ അവിടുന്ന് ഇറങ്ങി പുറത്തേക്ക് വരും. ഇവള് പുറത്തെത്തിയ ഉടനെ മോണ്ടസ് അവളെ കാണാൻ വരുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ജെയ്സൺ അവൻ ആരോ വെടിവെച്ചു. ഓഫീസർ വീട്ടിൽ പോയപ്പോ അവ വെടികൊണ്ട് ഫ്ലോറിൽ കിടക്കായിരുന്നു. അമ്മയെ ഓടി വന്ന് കാർ എടുത്തിട്ട് ജെയ്സന്റെ അടുത്തേക്ക് പറന്നു വരും. എന്നിട്ട് അവളെ എത്ര വെടി കൊണ്ടു, എവിടെയാണ് കൊണ്ടത്, ഇപ്പത്തെ കണ്ടീഷൻ എന്താ എന്നൊക്കെ പേടിച്ച് ചോദിക്കുമ്പോൾ മോണ്ടസ് പറയും കൂട്ടുകാരൻ ഓഫീസർ അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയെന്ന്. ഇവള് വീണ്ടും വിളിക്കാൻ പറയും. വീണ്ടും വിളിച്ചു നോക്ക്. മോണ്ടസ് വീണ്ടും വിളിക്കും, പക്ഷെ കോൾ എടുക്കില്ല. ഇവള് ടെൻഷനായിട്ട് എവിടെയാണ്, ഏത് ആശുപത്രി? അതിന് മോണ്ടസ് ആശുപത്രി പോയിട്ടില്ല, അവന്റെ അപ്പാർട്ട്മെന്റിൽ തന്നെയാണ്, മേ ബി സ്റ്റെബിലൈസ് ചെയ്യായിരിക്കും, ഒന്നും സംഭവിച്ചു കാണില്ല, നമുക്ക് അതിനു മുമ്പ് അവിടെ എത്താം. ഇവളാണെങ്കിൽ ഫുള്ള് ടെൻഷനിൽ പേടിച്ച് പറിച്ച് അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ഓടി വരുമ്പോൾ അവിടെ മൊത്തം പോലീസുകാരും നാട്ടുകാരും. അവരെയൊക്കെ തട്ടി മാറ്റി ഇവൾ അവന്റെ മുറിയിലേക്ക് കയറി പോകാൻ നേരം ആ കൂട്ടുകാരൻ ഓഫീസർ അവളെ തടഞ്ഞിർത്തി നിങ്ങൾ അകത്ത് പോരുത്, ദയവേത് നിങ്ങൾ അകത്ത് പോകരുത്, നിങ്ങളെ കൊണ്ട് കാണാൻ കഴിയില്ല എന്ന് പറയും. ഇവൾ അവനെ പിടിച്ച് തള്ളി മാറ്റും. അവ മാറില്ല. അവള് കരഞ്ഞിട്ട് ഗണ്ണെടുത്ത് അവന്റെ വയറ്റി വെച്ചിട്ട് അവനെ തള്ളി മാറ്റും. എന്നിട്ട് അകത്ത് വന്ന് അവിടെ ജെയ്സൺ കിടക്കുന്ന കണ്ട് അവള് പൊട്ടിക്കരയും. ജെയ്സന്റെ തലയെ വെടിവെച്ച് ആരോ കൊന്നിട്ടിരിക്കുകയാണ്. അവള് വാവിട്ട് കരയും. വൈകുന്നേരം വരെ അവളുടെ കൂടെ ഉണ്ടായിരുന്ന അവളുടെ അസിസ്റ്റന്റ് അവളെ മോട്ടിവേറ്റ് ചെയ്ത് അവളെക്കാളും കൂടുതൽ അവൾ അവന് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞവൻ. അവള് നിലവിളിച്ച് കരയും. എന്നിട്ട് അവനെ തൊടാൻ നോക്കുമ്പോൾ ഡോക്ടർ വേണ്ട, അടയാളം വരുമെന്ന് പറയും. അതിന് പോലും കഴിയില്ല. അവള് വീണ്ടും കരയും. എന്നോട് ക്ഷമിക്ക്, ഫോർഗിവ് മീ എന്ന് പറഞ്ഞ്. ഇവന്റെ മരണ കാരണവും ഞാനാണെന്ന് പറഞ്ഞിട്ട് കുറ്റബോധം ഉണ്ടാവും അവൾക്ക്. മോണ്ടസ് കരഞ്ഞിട്ട് അവളെ പിടിച്ച് വലിച്ചോണ്ട് വരും പുറത്തേക്ക്. ഭയങ്കര സങ്കട സീനാണ്. കൂടെയുള്ള എല്ലാ പോലീസുകാരും ഒന്നും പറയാൻ പറ്റാതെ കരഞ്ഞിട്ട് അവിടെ സ്റ്റക്കായി നിൽപ്പുണ്ടാവും. അവിടെ വെച്ചാണ് ഈ സിനിമയുടെ ഇന്റർവെൽ. സോ ഇതെന്തായാലും ഒറ്റയടിക്ക് ഈ മുഴുവൻ പടം ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് നേരത്തെ മനസ്സിലായതുകൊണ്ടാണ് ഇപ്പോഴുള്ള ഈ വോയിസ് നിങ്ങൾ കേൾക്കുന്നത്. അല്ലെങ്കിൽ 2 എന്ന് എഴുതിയിട്ട് ഞാൻ കട്ട് ചെയ്ത് പോകേണ്ടതാണ്. ഈ പടത്തിന് നല്ല ലെങ്ത് ഉണ്ട്. മാത്രമല്ല ഇതിലെ ചെറിയ ഇൻഫർമേഷൻ പോലും മിസ്സാക്കാൻ കഴിയില്ല. അതുകൊണ്ട് മുഴുവനായിട്ടും ഒറ്റയടിക്ക് കാണിക്കണമെങ്കിൽ അതിന് ഒരു ദിവസം കൂടി വൈകും. ശരിക്കും പാർട്ടായിട്ട് ചെയ്യാൻ എനിക്കും താല്പര്യമില്ല. പക്ഷെ ഇത് മുഴുവൻ തീർക്കാൻ വേണ്ടി ഇരുന്നാൽ ഇനിയും ഒരു ദിവസം കൂടി വൈകും. അതുകൊണ്ടാണ് ഈ പാർട്ട് ഇട്ടത്. പാർട്ടായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലിന് അത് ഗ്രോത്ത് ആണ്. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ താല്പര്യമില്ല അതിന്. കാരണം ഞാനാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ നല്ല തെറിയ പറയുള്ളൂ. നിങ്ങൾ പെട്ടെന്ന് വീഡിയോ ഇടണം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. മാത്രമല്ല ഈ ത്രില്ലി ഇരിക്കാനും ഒരു രസമാണ്. ഞാൻ ആദ്യം ഇന്റർവെല് വരെയാണ് ഈ സിനിമ കണ്ടത്. തരിച്ചിരുന്നു പോയി. പിന്നെ എന്താ സംഭവിക്കാന്ന് പറഞ്ഞിട്ട് ഭയങ്കര വേവലാതിയായിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ സെക്കൻഡ് പാർട്ട്, ഈ പടത്തിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് ഞാൻ തിരിച്ചു വരാം. സെക്കൻഡ് പാർട്ട് ഇതെന്താ സംഭവം എന്ന് ഈ മൊത്തം സിനിമയുടെ 3 സിനിമയുടെയും സംഭവങ്ങൾ റിവീൽ ആവുന്നതാണ് ഇതിന്റെ സെക്കൻഡ് പാർട്ട്. അതിൽ ഇത്രയും മിസ്റ്ററി ഉണ്ടാവില്ല, പക്ഷെ ത്രില്ലിങ്ങിന് കുറവുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കാത്തിരുന്നോളൂ. അധികം വൈകാതെ അടുത്ത് തന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. കലിപ്പെടുക്കണ്ട, സ്നേഹത്തോടെ ഒന്ന് കമന്റ് ചെയ്തോളൂ. ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. എത്രയും പെട്ടെന്ന് ഇതിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സുലട്ടുമാസ്.